ഹായ് മക്കളെ, ജീവിതങ്ങൾ ഇതാണ് ഞാൻ പറയുന്നത്. ജീവിതങ്ങൾ എന്ന് പറയുമ്പോൾ പല ജീവിതങ്ങൾ പല രീതികൾ. പുറത്തു നിന്ന് നോക്കുമ്പോൾ എല്ലാവർക്കും മറ്റുള്ളവരുടെ ജീവിതം ആനന്ദമായി തോന്നാം, സന്തോഷമായി തോന്നാം. പക്ഷേ ഓരോരുത്തരുടെ ജീവിതത്തിലേക്കും കടന്നു ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അവർ തുറന്നു പറയുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അതുവരെ നമ്മൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ അവരുടെ ജീവിതം ആനന്ദകരമായിരിക്കാം, അല്ലേ? ഇവിടെ ഉദാഹരണമായി എൻ്റെ ജീവിതം തന്നെ ഞാൻ പറയുകയാണ്. എൻ്റെ അമ്മയ്ക്ക് ഒരു ആൺകുഞ്ഞുണ്ടാകണമെന്ന് വിചാരിക്കുകയും തൃശ്ശൂർ താണിക്കുടം എന്ന് പറഞ്ഞ ഭഗവതി ക്ഷേത്രത്തിൽ വഴിപാടും നേർച്ച മൃഗങ്ങളുമായി കഴിയുകയും അങ്ങനെ ഞാൻ ജന്മമെടുക്കുകയും അതിനുശേഷം ഞാൻ വളർന്നു വന്നപ്പോൾ അമ്മ ഭഗവതി തന്നെ ഭഗവതിയുടെ മകനായി എന്നെ സ്വീകരിക്കുകയും ഭഗവതി എന്നിൽ നൃത്തത്തിലെത്തുകയും ചെയ്തു. ഞാൻ ഓർമ്മ വയ്ക്കുന്ന കാലം തൊട്ട് എൻ്റെ അമ്മ അനുഭവിക്കുന്നത് ദുരിതങ്ങളായിരുന്നു. എൻ്റെ അമ്മയെ കണ്ട് എനിക്ക് ഓർമ്മയില്ല. അച്ഛൻ തളർന്ന് ഒരു കട്ടിലിൽ കിടക്കുന്നതായിട്ടുള്ള ഒരു ഓർമ്മ, സ്നേഹം കൊണ്ട് എന്നെ തലോടുന്നതും വിളിക്കുന്നതായിട്ടുള്ള ഒരു ഓർമ്മ മാത്രം. എൻ്റെ അമ്മ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല. ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ട് എൻ്റെ അമ്മ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. അതിന് മുന്നേ അമ്മ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയുകയില്ല. എനിക്ക് ഓർമ്മ വയ്ക്കുന്ന കാലം തൊട്ട് എൻ്റെ അമ്മ രാവിലെ എഴുന്നേൽക്കുന്നു, കൂലിവേലയ്ക്ക് പോകുന്നു, വൈകുന്നേരം തിരിച്ചെത്തുന്നു. വെയിൽ, മഴ, കാറ്റ് എന്നൊന്നുമില്ലാതെ ജോലിക്ക് പോയി കൊണ്ടുവരുന്നത് കൊണ്ട് വീട്ടു സാധനങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ വന്ന് അവിടെ എത്തുമ്പോൾ അച്ഛൻ്റെ പീഡനങ്ങൾ, അച്ഛൻ്റെ ഉപദ്രവങ്ങൾ ഇതെല്ലാം സഹിച്ച് മക്കൾ ആവുമല്ലോ എന്ന് കരുതി അടുപ്പ് തീ പൊട്ടി മക്കൾക്ക് വേണ്ടി കഞ്ഞി വയ്ക്കുന്ന അമ്മ, വെളിച്ചാകുമ്പോൾ എല്ലാം മറന്ന് വീണ്ടും ജോലിക്ക് പോകുന്ന അമ്മ. ഇത്രയാണ് എൻ്റെ അമ്മയെക്കുറിച്ച് എനിക്ക് അറിയുന്നത്. എനിക്ക് ഓർമ്മ വയ്ക്കും നാൾ മുതൽ എൻ്റെ അച്ഛൻ്റെ പീഡനങ്ങൾ. എന്തിനാണ് അച്ഛൻ ഇങ്ങനെ എന്നെ പീഡിപ്പിക്കുന്നത്, ഉപദ്രവിക്കുന്നത് എന്ന് എനിക്കറിയില്ലായിരുന്നു. അത്രമാത്രം ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചാണ് ഞാൻ വളർന്നത്. ഞാൻ ചെയ്യാത്ത ജോലികളില്ല, അനവധി ജോലികളിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന വരുമാനങ്ങളെല്ലാം എൻ്റെ അച്ഛൻ ബലമായി പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞു അച്ഛൻ്റെ ഉപദ്രവം തീർന്നപ്പോൾ എൻ്റെ അനിയൻ വളർന്നു വന്നപ്പോൾ വേണ്ടാത്ത കൂട്ടുകെട്ടുകളിൽ പോവുകയും ആർക്കു വേണ്ടി, അവന് സന്തോഷമായി ജീവിക്കാൻ വേണ്ടി മാത്രം, കുടുംബത്തിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് അവൻ്റേതായ ഉപദ്രവങ്ങൾ, അവനിലുള്ള ഭയം, അവൻ ചെയ്യുന്ന തെറ്റിന് ഞാൻ ശിക്ഷിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം, ഇതൊക്കെ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു അന്നും ഇന്നും. എല്ലാം ഭഗവതിയുടെ അനുഗ്രഹം. ഇന്ന് വരെ എനിക്ക് അത്രകാരമുള്ള ആപത്തുകൾ, ഞാൻ ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെടേണ്ട ആവശ്യം വന്നിട്ടില്ല. അത് കഴിഞ്ഞു ഇപ്പം അമ്മ എന്നെ അത്രമാത്രം സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു വരുന്ന എൻ്റെ അമ്മ പോലും ഇന്ന് എന്നെ ശത്രുപക്ഷമായി കാണുന്നു. കാരണം എൻ്റെ അമ്മയുടെ ബോധം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു മാനസികമാണോ എന്ന്. അതുപോലുള്ള കാരണങ്ങളൊക്കെയാണ് എൻ്റെ അമ്മ പറയുന്നതും ചെയ്യുന്നതും എല്ലാം. ഞാൻ പറഞ്ഞ മരിക്കുന്ന എൻ്റെ അമ്മ, ഇന്ന് ഞാൻ പുറത്തു പോയി വരുന്നത് വരെ റോട്ടിൽ കാത്തു നിൽക്കുന്ന എൻ്റെ അമ്മ ഇന്നെന്നെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്. എൻ്റെ അമ്മയ്ക്ക് മാനസികമാണോ അത് ബോധം മറിച്ചിലാണോ എന്താണ് എന്നെനിക്ക് അറിയുന്നില്ല. ഞങ്ങൾ തലേ ദിവസത്തെ ഭക്ഷണങ്ങളൊന്നും കഴിക്കാറില്ല. ഞാൻ ചോറും കറികളൊക്കെ വെച്ച് രാവിലത്തെ എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് ഞാൻ എൻ്റെ മുറിയിൽ പോയി ഒന്ന് വിശ്രമിക്കാമെന്ന നിലയിൽ ഒന്ന് കിടന്നു. ഉച്ചയാകുമ്പോൾ വിശന്നപ്പോൾ ഭക്ഷണം കഴിക്കാനായി ഞാൻ എൻ്റെ അടുക്കളയിലെത്തുന്നു. അപ്പോൾ കാണുന്നത് എല്ലാ പാത്രവും കഴുകി കമത്തിയതാണ്. എൻ്റെ അമ്മയുടെ വിചാരം നേരം വെളുത്തു എന്നാണ്. ആ ഭക്ഷണങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകി അമ്മയ്ക്ക് കുളിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് ചൂടാക്കുകയായിരുന്നു. ആലോചിച്ച് നോക്കൂ. അത് കഴിഞ്ഞു
ഒരു ദിവസം കറി ചൂടാക്കാനാക്കി ഞാൻ വെച്ചു. അതിനുശേഷം ഞാൻ പൂജാപാത്രങ്ങൾ കഴുകാനായി പോയി. വരുമ്പോഴേക്കും ആ കൂട്ടാൻ തീ വെച്ച് കത്തിച്ച് ആകെ കരിച്ചു പോയിച്ചു. എൻ്റെ അമ്മ ജോലി എടുത്തിട്ടാണ് ഇപ്പോഴും ജീവിക്കുന്നത്. എൻ്റെ അമ്മ അധ്വാനിച്ചിട്ടാണ് ഇപ്പോഴും ജീവിക്കുന്നതെന്ന് എൻ്റെ അമ്മയ്ക്ക് അറിയിക്കണം. അതിനുവേണ്ടി എൻ്റെ അമ്മ ചെയ്യുന്നത് രാവിലെ എഴുന്നേൽക്കുന്നു, കൈയും വീശി പോകുന്നു. വരുമ്പോൾ കുറേ ചപ്പും ചവറും റോട്ടിൽ കിടക്കുന്ന പ്ലാസ്റ്റിക്കും കവറുകളും കുപ്പികളൊക്കെ പറക്കി കൊടുന്ന് വീടിൻ്റെ ചുറ്റും നിക്ഷേപിക്കുന്നു. കവറുകൾ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി വയ്ക്കുന്നു. എന്തിനു വേണ്ടി എനിക്കറിയില്ല. അതുപോലെ വീട്ടിലുള്ള ജോലികളൊക്കെ അമ്മ ചെയ്യണമെന്ന് അമ്മ പറയുന്നു. എന്ത് ജോലിയാണ് ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ തോരിയിട്ട തുണികളെടുത്ത് അപ്പുറത്തേക്ക് ഇടണു, ഇപ്പുറത്തേക്ക് ഇടണു. ഞാൻ വെച്ച പാത്രം അവിടെ നിന്ന് എടുത്ത് ഇവിടെ വയ്ക്കുന്നു, അവിടെ വയ്ക്കുന്നു. ഇതാണ് എൻ്റെ അമ്മ ചെയ്യുന്ന ജോലി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അമ്മയുടെ അവസ്ഥ. സഹോദരികളൊക്കെ വന്നെങ്കിൽ വന്നു, അന്വേഷിച്ചു. അവരുടെ അടുത്തേക്ക് അമ്മ പോകുമ്പോൾ ഒതുങ്ങിയിരിക്കുന്നു. കാരണം അവരുടെ രാജ്യം, സ്ഥലം ഒന്നും അമ്മയ്ക്കറിയില്ല. അന്ന് ഈ സ്ഥലം, ഇവിടെയാണ് അമ്മയുടെ ജീവൻ കിടക്കുന്നത്. ഇവിടെ അമ്മ കാട്ടുന്നതൊന്നും അവർക്കറിയാൻ കഴിയില്ല. ഞാൻ പറയുമ്പോൾ അമ്മയെ നോക്കാൻ ഉള്ള വിഷമം കൊണ്ട് ഞാൻ പറയുകയാണെന്ന് പലവരും ചിന്തിച്ചിട്ടുമുണ്ട്. പലവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, സ്വാമി എന്ത് നല്ല സന്തോഷമായ ജീവിതമാണ് സ്വാമിക്ക് ജോലിക്ക് പോകണ്ട, ഭാര്യയില്ല, കുട്ടികളില്ല, സുഖമായി ജീവിക്കുകയല്ലേ, ഇഷ്ടമുള്ളതൊക്കെ കഴിച്ച്. ഇതാണ് മക്കളെ എൻ്റെ ജീവിതം. ഓരോ ദിവസവും ഞാൻ തള്ളി നിൽക്കുകയാണ്. ഇനി എവിടെയാണ് എനിക്ക് സന്തോഷിക്കാനും ആനന്ദിക്കാനും ഉള്ള നിമിഷങ്ങളുള്ളത്? ഇപ്പോൾ തന്നെ എനിക്ക് വയസ്സ് ഇത്രയും ആയി. ബാക്കി ജീവിതം കിടക്കുന്നു. അതിലിനി സന്തോഷിക്കാൻ കഴിയുമോ? ഇപ്പോൾ തന്നെ ശരീരം തളർന്നു തുടങ്ങി, കഴുപ്പ് തുടങ്ങി, കടയിൽ തുടങ്ങി, തരിപ്പ് തുടങ്ങി, അങ്ങനെ രോഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി എന്നാണ് ഞാൻ സന്തോഷിക്കുക? എന്നാണ് ഞാൻ ആനന്ദിക്കുക? എനിക്ക് കിട്ടുന്ന ആനന്ദം ഭഗവതിയെ പൂജിക്കലാണ്. അതുപോലെ ഇപ്പോൾ ലഭിക്കുന്നില്ല എനിക്ക്. കാരണം രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് വരുമ്പോൾ അമ്മ ഉണർന്നിരുന്നിട്ട് പിന്നെ അമ്മ പറയുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. എന്നെ നോക്കാൻ ആരുമില്ല, എനിക്ക് വയ്യല്ലോ, എനിക്ക് ആ രോഗം, എനിക്ക് ഈ രോഗം, എന്നെ ആരും ആശുപത്രി കൊണ്ടുപോകുന്നില്ല, നോക്കണില്ല, വെള്ളം തരുന്നില്ല. ഇതിങ്ങനെ എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കേട്ടുകൊണ്ട് ഞാൻ കുളിച്ച് വസ്ത്രം മാറി കൊടിവിളക്കുമായി ക്ഷേത്രത്തിൽ പോകുന്നു. അത് കഴിഞ്ഞ് വന്ന് ചായ തിളപ്പിച്ച്, ക്ഷേത്രത്തിലൊരുവിധം രാവിലത്തെ പൂജ കഴിഞ്ഞ് വന്ന് ചായ തിളപ്പിച്ച് കൊടുക്കുമ്പോൾ അതവിടെ വെച്ച് പൂവിന് പോകാമെന്ന് പറഞ്ഞ് കുളിച്ചു എന്ന് പറയുന്നു. കുളിച്ചിട്ടുണ്ടാവില്ല, കുളിച്ചു എന്നുള്ളൊരു ഓർമ്മ. അമ്പലത്തിൻ്റെ അവിടെ ഇരിക്കുന്ന ചന്ദനമിട്ട് ധരിച്ച് പോകുന്നു. വരുമ്പോൾ പൂവും അതിൻ്റെ കൂടെ കുറേ ചപ്പും ചവറും കൊണ്ടുവരുന്നു. ഇതൊക്കെയാണ് എൻ്റെ അമ്മയുടെ അവസ്ഥ. ഇതാണ് എൻ്റെ ജീവിതം. ഓരോരുത്തരുടെ ജീവിതവും സന്തോഷമാണെന്ന് നമുക്ക് തോന്നാം. നമ്മളെക്കാൾ ദുരിതമാണ് മറ്റുള്ളവരുടെ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കുക. എല്ലാവരെയും നമ്മൾ കുറ്റപ്പെടുത്താതെ സ്നേഹിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അസൂയപ്പെടാതെ നമ്മൾ സന്തോഷിക്കുക. എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുക. അത്രയും നമുക്ക് പറയാനുള്ളൂ, അത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ സുന്ദരമായ എൻ്റെ ജീവിതം ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടനും അമർത്തിക്കൊണ്ട് വീഡിയോകൾ കാണുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എൻ്റെ മക്കളെല്ലാവരും സന്തോഷമായിരിക്കും.